ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൂൾ ബാറുകളിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലേ ബോബ ടീ അല്ലെങ്കിൽ ബബിൾ ടീ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പ് ശർക്കര ഒന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്നതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ഷോപ്പുകളിലൊക്കെ വാങ്ങുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലേ ബോബ ടീ. എന്നാൽ കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ കാണാനുള്ള ഭംഗിയുണ്ട്. ആ ബബിൾസൊക്കെ കാണുമ്പോൾ ഒന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച് വഴക്ക് കൂടുന്ന ഒരു ഐറ്റം കൂടിയാണല്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലോട്ടൊരു 1/4 കപ്പോളം കോൺഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്ന ബോബ ടീയിലോട്ടുള്ള ബോബയാണ്. സാധാരണ കപ്പപ്പൊടി കൊണ്ടാണ് ബോബാസ് തയ്യാറാക്കുന്നത്. കപ്പപ്പൊടി എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് കോൺഫ്ലോർ വെച്ചിട്ടും തയ്യാറാക്കി നോക്കാം. ഇനി കപ്പപ്പൊടി കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒറിജിനൽ റെസിപ്പി കൂടി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാവേ. മുഴുവൻ കോൺഫ്ലോറും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇരിക്കും. ഇനി ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരാനുണ്ട്. ഇത് നല്ല കട്ടയായിട്ട് വരില്ല കേട്ടോ. നമ്മളിത് ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഞാൻ ഓഫാക്കിയ ശേഷം ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. തണുത്ത് വരുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരും. ഇത് ഈ ഒരു പരുവമായിട്ട് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് കൈകൊണ്ട് തൊടാനുള്ളൊരു ചൂടായി വരുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. നമ്മൾ ബോബ ടീയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അല്ലാത്തതൊക്കെ സിമ്പിളാണ്. കുറച്ച് ബോബാസ് ഇതുപോലെ തയ്യാറാക്കിയെടുത്ത ശേഷം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. ഞാൻ ആ മാവ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ബോബാസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ബോബ ഇപ്പോൾ റെഡി ആയിട്ടില്ല. ഒരു ചെറിയ സ്റ്റെപ്പ് കൂടിയുണ്ട്. ഈ ബോബാസ് എല്ലാം നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബോബോസ് നല്ല സോഫ്റ്റായിട്ട് നല്ല ബബിള് പോലെ ആയി വരിക. ഒരു 6-7 മിനിറ്റെങ്കിലും മിനിമം തിളപ്പിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മിനിറ്റ് ആയി കാണും. നമുക്കിതൊരു സ്റ്റൈനറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ബോബ തയ്യാറാക്കി അതേ പാനിലോട്ട് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുക്കാം, അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗറും എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ പഞ്ചസാരയൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു കളർ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കളർ കൂടി യൂസ് ചെയ്യേണ്ടി വരും. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ച ബോബാസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റോളം ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ബോബയിലൊക്കെ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കാണും. ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ചധികം സമയം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഇനി ചൂടെല്ലാം നന്നായിട്ട് ആറണേ. അത് ശേഷമാണ് നമ്മൾ ബോബ ടീ തയ്യാറാക്കുക. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ചൂടാറിയ ശേഷം ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ കൂടി ഇത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ബോബയൊക്കെ നന്നായിട്ട് ചൂടാറി ഫ്രിഡ്ജിലും വെച്ചിട്ട് നന്നായിട്ട് തണുത്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബബിൾ ടീ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ബബിൾ ടീ എന്ന് പറഞ്ഞാൽ നമ്മൾ ബബിൾ ടീ എന്ന് പേരെ പറയുന്നുള്ളൂ കേട്ടോ. ബബിൾ ടീ പല ഫ്ലേവറിലും തയ്യാറാക്കാറുണ്ട്. ഞാൻ ബബിൾ ടീയും തയ്യാറാക്കി കാണിക്കാം, ബബിൾ കോഫിയും തയ്യാറാക്കി കാണിക്കാം. ടീക്ക് ഇവിടെ വലിയ ആവശ്യക്കാരുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിൽ കോഫിയാണ് തയ്യാറാക്കുന്നത്. കൂടാതെ ഇതിനോട് കൂടെ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കാം. ബോബോസൊക്കെ കണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബബിൾ കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ബോബാസ് ഇട്ട് കൊടുക്കാം. മുഴുവൻ ബോബാസും കൊണ്ട് ബബിൾ കോഫിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കാരമലൈസ് ചെയ്തെടുത്തില്ലേ, ആ സമയം അതിലോട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് മാത്രം എടുത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സിലോട്ടാണ് ഞാൻ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം, നോർമൽ കോഫി പൗഡർ ചേർക്കരുത്. ഇനി നോർമൽ കോഫി പൗഡർ ആണെങ്കിൽ നമ്മൾ ബബിൾ ടീ തയ്യാറാക്കുന്നത് പോലെ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ച ശേഷം കോഫി പൗഡർ ഇട്ട് ബ്ലാക്ക് കോഫി ആയിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ബ്രൂവിൻ്റെ 2 രൂപയുടെ ഒരു കോഫി പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നല്ല തണുത്ത പാലാണ്. മധുരമൊന്നും ചേർക്കാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോബയിൽ ഓൾറെഡി മധുരമൊക്കെ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ഒഴിച്ച ശേഷം ആദ്യം ഇതുപോലെ മിക്സാക്കി ഇനി ബാക്കിയുള്ളത് ഇതിന് മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോബ കോഫി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബബിൾ ടീ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബോബ ടീ ഇവിടെ അധികം ചിലവാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗ്ലാസ്സിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം ഇതിലോട്ട് ബോബ ചേർത്ത് കൊടുക്കാം. ഈ ചേർക്കുന്നത് തയ്യാറാക്കി തണുപ്പിച്ചെടുത്ത കട്ടൻ ചായയാണ്. ഇതൊരു 1/4 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. ഇനി ബാക്കി ഭാഗത്ത് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബോബ ടീ കൂടി റെഡിയായി കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ബബിൾ ടീയും ബബിൾ കോഫിയും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. ബബിൾ ടീ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്